blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. പലർ ചേർന്നാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. നമുക്ക് അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇടുക്കിയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവിന് ഒമാൻ മിനിസ്ട്രിയിൽ നിന്നും കോൾ ലെറ്റർ എത്രയും വേഗം ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഈ വെൽവിഷർക്ക് വളരെ നല്ല ഹെൽത്തിയായ ഒരു കുഞ്ഞിനെ കർത്താവെ നോർമൽ ഡെലിവറിയിലൂടെ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ കർത്താവെ, നവി മുംബൈയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തനിക്ക് കുഞ്ഞുങ്ങളെ നൽകണമേ. ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വഭാവത്തിൽ വലിയ വ്യത്യാസമുണ്ടാകാനും സമാധാനം നിറഞ്ഞ ഒരു ജീവിതം നയിക്കേണ്ടതിനുമായി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഗുജറാത്തിൽ നിന്നുള്ള ഈ രാജശേഖറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകന് എല്ലാ ഇറസ്പോൺസിബിലിറ്റിയിൽ നിന്നും ഒരു വലിയ വിടുതൽ അങ്ങ് നൽകണമേ. അനുസരണക്കേടുകൾ മാറേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുവാനുള്ള താല്പര്യം കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ സഹോദരിയുടെ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി വിൽക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുതം അവർക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്നതിനാൽ നന്ദി പറയാം. തിരുവനന്തപുരത്തു നിന്നുള്ള ലീലാമ്മയ്ക്കും കുടുംബത്തിനുമായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. തനിക്ക് ആരോഗ്യം നൽകണമേ. സകല രോഗങ്ങളിൽ നിന്നുമുള്ള വിടുതലും സൗഖ്യം കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിൽ നിന്നും പരിപൂർണമായ സ്വാതന്ത്ര്യം കർത്താവ് തനിക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു ജോലി ലഭിക്കാനും ദൈവികമായ ആരോഗ്യവും സംരക്ഷണവും ഉണ്ടാകുവാനും അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. മകൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദൈവത്തിൻ്റെ ഒരു വലിയ പ്രസാദവും കൃപയും തനിക്കുണ്ടാകട്ടെ. വളരെ നല്ല ആരോഗ്യം ആ മകനുണ്ടാകട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് തന്നെ അനുഗ്രഹിച്ചിരിക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. First we are going to read 1 Corinthians chapter 1 and verse number 30. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ് ആദ്യമേ നാം വായിക്കാനായിട്ട് പോകുന്നത്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിലേക്ക് വരിക. അതിൻ്റെ 30-ാമത്തെ വചനം. അവിടുന്ന് മുഖേനയാണ് നിങ്ങൾ ക്രിസ്തു യേശുവിലായിരിക്കുന്നത്. ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനവും നീതിയും വിശുദ്ധിയും വീണ്ടെടുപ്പുമായി തീർന്നു. I am taking only the first part. ആദ്യത്തെ ഭാഗം മാത്രമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. It reads, it is because of him that you are in Christ Jesus. അവിടെ എഴുതിയിരിക്കുകയാണ്, അവിടുന്ന് മുഖേനയാണ് നിങ്ങൾ ക്രിസ്തു യേശുവിലായിരിക്കുന്നത്. You can underline, if you don't mind, this phrase, you are in Christ Jesus. ഈ നിങ്ങൾക്ക് നിങ്ങളുടെ ബൈബിളിൽ അടിവരയിടുന്നതിൽ ബുദ്ധിമുട്ടില്ല എങ്കിൽ ബൈബിളിൽ ആ ഭാഗമായിട്ടുള്ള നിങ്ങൾ ക്രിസ്തു യേശുവിലായിരിക്കുന്നത് എന്ന് പറയുന്ന ഭാഗം അടിവരയിടുക. This means that we can live a life in Christ or inside Christ. അതിന്റെ അർത്ഥം ഇതാണ്, നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രിസ്തുവിൽ
ക്രിസ്തുവിനുള്ളിൽ ജീവിക്കാനായിട്ട് സാധിക്കും. Hallelujah. Hallelujah. Everybody say in Christ. എല്ലാവരും ഉറക്കി ഒന്ന് കൈയൊന്ന് എടുത്തിട്ട് പറഞ്ഞ ക്രിസ്തുവിൽ. That means your life will be hidden in Christ. അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. That means when others look at, they will see only Christ and not you, because you are hidden inside Christ. അതിന്റെ അർത്ഥം ഇതാണ്, മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ അവർ നിങ്ങളുടെ ക്രിസ്തുവിനെ കാണട്ടെ, നിങ്ങൾ ക്രിസ്തുവിനകത്ത് മറഞ്ഞിരിക്കട്ടെ. Suppose there is a huge mountain. ഉദാഹരണമായിട്ട് ഒരു വലിയൊരു പർവ്വതമുണ്ടെന്ന് കരുതുക. On the mountain side there is a cave. ഇനി ആ പർവ്വതത്തിന്റെ സൈഡിൽ തന്നെ ഒരു ഗുഹയുണ്ടെന്നും കരുതുക. Suppose you are running towards the mountain and you are going into the cave. ഇനിയിപ്പോൾ ആ പർവ്വതത്തിലൂടെ പോകുമ്പോൾ നിങ്ങൾ ആ ഗുഹയ്ക്കകത്തുകൂടെ കടന്നു പോകേണ്ടി വന്നിരിക്കുന്നു എന്ന് കരുതുക. And you are sitting inside the cave. ആ കേവിനകത്ത്, ഗുഹയ്ക്കകത്ത് നിങ്ങൾ ഇരിക്കുകയാണ്. When people look from afar, they will see only the mountain and not you. എന്നാൽ പുറമേ നിന്നുള്ള ജനങ്ങൾ ആ പർവ്വതത്തെ കാണുമ്പോൾ പർവ്വതത്തെ മാത്രമേ കാണുന്നുള്ളൂ, അകത്ത് ഗുഹയ്ക്കകത്തിരിക്കുന്ന നിങ്ങളെ കാണുന്നില്ല അവർ. That is what is said in this scripture. അതാണ് ഈ വചനത്തിന്റെ കാര്യത്തിന് പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. Such a life is possible here on earth for you, to live inside Christ, to be hidden in Christ. അതിന്റെ അർത്ഥം ഇതാണ്, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന, ക്രിസ്തുവിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന രീതിയിൽ ജീവിക്കാവുന്ന ഒരു ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കും. Hallelujah. Hallelujah. But when you are inside Christ, you should know that very well. നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുമ്പോൾ നിങ്ങൾ തന്നെ അത് നന്നായി മനസ്സിലാക്കേണ്ട Some ആവശ്യമുണ്ട്. people doubt. ചില ആളുകൾക്ക് സംശയം വരാറുണ്ട്, Am I really covered by Christ? ഞാൻ ക്രിസ്തുവിനാൽ മറയപ്പെട്ട, ധരിക്കപ്പെട്ട വ്യക്തിയാണോ? Or is my life exposed to all the enemies? അല്ലെങ്കിൽ എന്റെ ജീവിതം മുഴുവൻ സാത്താന്റെ മുമ്പിൽ ഇങ്ങനെ തുറന്നു കിടക്കുകയാണോ? The Bible says, ബൈബിൾ പറയുന്നു, your life is not exposed or open to the enemy. Your life is inside or enveloped, encompassed, covered by Christ. ഓർക്കുക, ബൈബിൾ പറയുന്ന ശത്രുവിന്റെ മുൻപിൽ, സാത്താന്റെ മുൻപിൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും തുറന്നു വെച്ചിരിക്കുന്ന ഒന്നല്ല, അല്ലെങ്കിൽ പുറമേ അത് തുറക്കപ്പെട്ടതായിട്ടുള്ള ഒന്നല്ല, മറിച്ച് ക്രിസ്തുവിൽ നിങ്ങളെ സംരക്ഷിക്കപ്പെട്ട, മറയപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ ഓരോരുത്തരും. Luke chapter 10 verse number 19 ലൂക്കോസിന്റെ says, സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വചനം, nothing will harm your life. നിങ്ങൾക്കെതിരെ ഒന്നും സംഭവിക്കുകയില്ല, ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും ഒന്നും വരുത്തുകയില്ല. നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുകയില്ല. So many people are afraid of Lucifer. ഒത്തിരി ആളുകൾക്കും ലൂസിഫറിനെ ഭയങ്കര പേടിയാണ്. They are afraid of evil spirits. സാത്താന്റെ ശക്തികളെ ഭയപ്പെടുന്നുണ്ട്. But if you believe in Jesus, എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ there is no need to be afraid of the devil. സാത്താനെ ഭയപ്പെടേണ്ട ഒരു ആവശ്യവും ഇല്ലെന്നേ. Why? Because Jesus says nothing will ever harm you. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവിടെ യേശു പറയുന്നു, ഒന്നും നിങ്ങൾക്ക് ദോഷം ചെയ്യുകയില്ല. Now 1 John chapter 5 and verse number 18. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനത്തിൽ, This is a wonderful scripture. ഇതൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു I ദൈവവചനമാണ്. really love this verse. ഞാൻ ഇത് വളരെയധികം സ്നേഹിക്കുന്ന വചനമാണ്. It says, we know that anyone born of God does not continue to sin. The one who was born of God keeps him safe, and the evil one cannot harm him. 18-ാമത്തെ വചനത്തിൽ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം, ദൈവപുത്രൻ അവനെ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. Just like a father or mother is keeping his baby, her baby safe, the Son of God is protecting, keeping safe everyone born of God. ഓർക്കുക, ഒരു പിതാവും മാതാവും ഒരു കൊച്ചു കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ ദൈവപുത്രൻ തന്നിൽ നിന്നും വീണ്ടും ജനിച്ച ഓരോ വ്യക്തിയെയും സൂക്ഷിക്കുന്നു. Not only that, the evil one cannot harm him. അതുമാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്നു, ദുഷ്ടൻ ഇപ്രകാരമുള്ള മക്കളെ തൊടുന്നതുമില്ല. In other words, മറ്റൊരു വിധത്തിൽ, Satan has no legal right or authority
or influence on a child of God. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സാത്താനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മേൽ അധികാരമേൽക്കുവാനുള്ള അധികാരമോ നിയമാനുസൃതമായ അധികാരമോ കഴിവുകളോ സാത്താന് ഇല്ല. This protection, this shelter, this huge shield will come to you to make you safe only when you believe. ഓർക്കുക, ഈ സംരക്ഷണം, ഈ ഒരു കവചം, ഈ ഒരു പരിച നിങ്ങൾക്ക് ലഭ്യമാകുന്നത് നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ മാത്രമാണ്. You can also believe negative things. നിങ്ങൾക്ക് തെറ്റായ കാര്യങ്ങളെ വിശ്വസിക്കാൻ സാധിക്കും. So many good believers, they with all their heart believe that when they sleep at night, 2 o'clock in the morning, Satan will come through that ventilator. വളരെ നല്ല വിശ്വാസികൾക്ക് പോലും അവരുടെ ഹൃദയത്തിലൊരു വിശ്വാസമാണ്, അവർ കിടന്നുറങ്ങുമ്പോൾ രാത്രി 2 മണിക്ക് ജനലിലൂടെ സാത്താൻ അകത്തേക്ക് വരും. Oh, through that keyhole, ആ ഒരു devil is coming. താക്കോൽ പഴുതിലൂടെ സാത്താൻ അകത്തേക്ക് പ്രവേശിക്കും. Oh, under my cot there are 3 Satans. ഓ, എന്റെ കട്ടിലിനടിയിൽ ഇന്നലെ രാത്രി 3 കുട്ടിപ്പിശാചുക്കൾ ഉണ്ടായിരുന്നു. So many people believe like that. ഒത്തിരി ആളുകളും ഇത് വിശ്വസിക്കുകയാണ്. But if you believe that, Satan will be always around you dancing. ഓ, നിങ്ങൾ ഇങ്ങനെയൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് കിടക്കുന്നതെങ്കിൽ സാത്താൻ നിശ്ചയമായിട്ടും വീട്ടിനകത്ത് കയറി നൃത്തം ചവിട്ടും. But if you believe the word, the promises of protection in the Bible, no Satan will come anywhere near your tent. എന്നാൽ നിങ്ങൾ ദൈവവചനത്തിലുള്ള വിശ്വാസം, ദൈവത്തിന്റെ വചനത്തിൽ ദൈവം തന്റെ മക്കൾക്ക് കൊടുക്കുന്ന സംരക്ഷണത്തെക്കുറിച്ച്, പ്രൊട്ടക്ഷനെ കുറിച്ചുള്ള വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിന്റെ വീടിന്റെ 7 അയലത്ത് പോലും സാത്താൻ വരില്ല. Somebody shout a healthy praise the Lord. കൈകൾ ഉയർത്തി ഒരു വലിയ praise the Lord പറയാമോ? Praise the Lord. Hallelujah. Hallelujah. So what do you choose today? ഇന്ന് നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത്? You want to believe Satan's presence in your room or Jesus' presence in your room? നിങ്ങളുടെ വീട്ടിനകത്ത്, റൂമിനകത്ത് സാത്താന്റെ സാന്നിധ്യമാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, അതോ നിങ്ങളെ സംരക്ഷിക്കുന്ന യേശുവിന്റെ സാന്നിധ്യമാണോ? You can reject Satan with the word of your testimony. That means with your confessions. നിങ്ങളുടെ സാക്ഷി വചനത്താൽ നിങ്ങൾക്ക് സാത്താനെ ജയിക്കാൻ സാധിക്കും. അതായത് നിങ്ങളുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് സാത്താനെ നിങ്ങൾക്ക് തള്ളിക്കളയാൻ സാധിക്കും. I'm not denying the existence of the devil, but I'm simply saying that you have nothing to do with the evil one. ഓർക്കുക, ഞാൻ ഒരിക്കലും സാത്താൻ ഇല്ലെന്നോ അല്ലെങ്കിൽ സാത്താന്റെ പ്രവർത്തനത്തെയോ തള്ളിപ്പറയുകയല്ല ചെയ്യുന്നത്. പക്ഷേ സാത്താനെ തടയുവാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വാക്കുകൾക്ക് സാധിച്ചിരിക്കും. If Christ is your foundation, no devil can even harass you, ഓർക്കുക, ക്രിസ്തു disturb you. നിങ്ങളുടെ അടിസ്ഥാന മൂലക്കല്ലാണെങ്കിൽ, ആ മൂലക്കല്ലിലാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ ഒരു സാത്താനും നിങ്ങളെ തൊടാനോ നിങ്ങളെ വേദനിപ്പിക്കാനോ സാധ്യമല്ല. ഈ സഹോദരന്റെ പേര് സന്തോഷ്, കൂടെ നിൽക്കുന്ന തൻ്റെ ഭാര്യ മംഗളം. കഴിഞ്ഞ 8 വർഷ കാലഘട്ടത്തിനുള്ളിൽ സംഭവിച്ച കുറേ സംഭവ വികാസങ്ങളും ദൈവത്തിന്റെ അത്ഭുത കഥയും പറയാൻ വേണ്ടിയിട്ടാണ് ഇവരിവിടെ നിൽക്കുന്നത്. പറയുന്നതിന് മുൻപ് വലതുകരം ഉയർത്തി അഡ്വാൻസ് ആയി ദൈവത്തിന് ഒരു ഹല്ലേലൂയ പറയാം. Yes, please. 8 വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ വിവാഹം നടന്ന ഒരു മെയ് 24-ാം തീയതി ആയിരുന്നു. അതിനുശേഷം 6 മാസം കഴിഞ്ഞപ്പോൾ ഈ സഹോദരി പ്രഗ്നൻ്റ് ആയിരുന്നു. എന്നാൽ അതിന് കുഞ്ഞിന് വളർച്ചയില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു മിസ്കാരേജിലൂടെ അത് നഷ്ടപ്പെട്ടു പോയി. പിന്നീട് അങ്ങോട്ട് ഈ സഹോദരിക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന തന്നെ എല്ലാ മാസവും തന്നെ ഇവർ ചെക്കപ്പിന് വേണ്ടി പോകുമായിരുന്നു. കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇവരെല്ലാ മാസവും പോകുമായിരുന്നു. ഇവർ പറഞ്ഞത് 8 പ്രാവശ്യമാണ്
കൃത്രിമ ഗർഭധാരണം അല്ലെങ്കിൽ IUI എന്ന് പറയുന്ന ആ ഒരു ചികിത്സാ സമ്പ്രദായം 8 പ്രാവശ്യം ചെയ്ത്, 1 അല്ല 2 അല്ല 3 അല്ല 8 പ്രാവശ്യം ചെയ്ത് പരാജയമടഞ്ഞ ദമ്പതികളാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ അത് ചെയ്തപ്പോൾ ഒത്തിരി പൈസ പോയി കാണും. യെസ്, ഇവർ പറഞ്ഞ ലക്ഷങ്ങളാണ് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഇവർ ഓരോ മാസവും പൊടി പിടിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിൽ ഡോക്ടേഴ്സ് ഇദ്ദേഹത്തിന് വെരിക്കോസിൻ്റെ 2 ഭാഗങ്ങളിലും വെരിക്കോസിൻ്റെ പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് ഡോക്ടേഴ്സ് കണ്ടെത്തി. അത് ഗർഭധാരണത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഓപ്പറേഷൻ ഇദ്ദേഹത്തിന് ചെയ്തു. അതിനു വേണ്ടി കാശ് പൊടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഈ സഹോദരിയുടെ കാര്യത്തിലാണെങ്കിൽ ഇവരുടെ ഫാലോപ്പിൻ ട്യൂബിനകത്ത് ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ശസ്ത്രക്രിയ കൂടെ, ഒരു കീ ഹോൾ ശസ്ത്രക്രിയ കൂടെ ഈ സഹോദരിക്ക് വേണ്ടി ചെയ്തു. ഇങ്ങനെ 2 പേരും ഓപ്പറേഷന് വിധേയമായി. അപ്പോഴേക്കും 5 വർഷമായി കഴിഞ്ഞിരുന്നു. എന്നിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നേ ഇല്ലായിരുന്നു. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അനൗൺസ്മെന്റ് ഉണ്ടാകാറുണ്ട്, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി, നിങ്ങളുടെ ബന്ധുക്കൾക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിൽ, പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു ഉപകാരമാണ് ഒരു മൈ പ്രേയർ ഡയറി വാങ്ങിച്ച്, എൻ്റെ പ്രാർത്ഥനാ ഡയറി വാങ്ങിച്ച് അവർക്ക് കൊടുക്കുക. അടുത്തൊരു വർഷത്തിനുള്ളിൽ കുഞ്ഞുങ്ങളുണ്ടാകും. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ സഹോദരൻ്റെ സ്വന്തം സഹോദരി നമ്മുടെ ബാംഗ്ലൂർ ബ്ലെസ്സിംഗ് സെന്ററിൽ ആരാധിക്കാൻ വരുന്ന സഹോദരിയാണ്. അവർ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു എൻ്റെ പ്രാർത്ഥന ഡയറി എന്ന് പറയുന്ന ആ പ്രാർത്ഥനാ പുസ്തകം ഇവർക്ക് വാങ്ങിച്ചു കൊടുത്തു. ഇവർ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുത്തു. ഈ പുസ്തകം കയ്യിൽ കിട്ടിയ സമയം 7 വർഷമായി. എല്ലാം നിരാശയിലായിരിക്കുന്ന സമയം. ഈ സഹോദരി എന്നോട് പറയുന്നത്, ഞങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്ത കാര്യം ഞങ്ങൾ പരസ്പരം മിണ്ടുകേ ഇല്ലെന്നാണ് പറയുന്നത്. കാരണം ആ ഒരു സബ്ജക്റ്റേ ഞങ്ങൾ സംസാരിക്കില്ല. അത്രയും കഴിഞ്ഞ 7 വർഷമായ നിരാശകൾ. ഡോക്ടേഴ്സ് പലരും പറഞ്ഞു, പല മതവിഭാഗത്തിലുള്ള ഡോക്ടേഴ്സ് പോലും പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയുള്ള വല്ല പ്രാർത്ഥനയ്ക്ക് പോയി നോക്ക്, അവിടെ നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ടാകുമായിരിക്കും. യെസ്, അങ്ങനെ ഡോക്ടേഴ്സ് പോലും പറഞ്ഞു വിട്ടിരിക്കുന്ന സമയത്താണ് ഈ എൻ്റെ പ്രാർത്ഥനാ ഡയറി എന്ന് പറയുന്ന പുസ്തകം ഇവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അത് ജൂൺ മാസം 23-ാം തീയതിയാണ് ഇവരുടെ കയ്യിൽ ഈ പുസ്തകം കിട്ടിയെന്നാണ് പറയുന്നത്. കഴിഞ്ഞ 2013 ജൂൺ 23-നാണ് ഇവരുടെ കയ്യിൽ ആ പുസ്തകം കിട്ടിയത്. ഇവർ ചെയ്തത്, ആ പുസ്തകത്തിന്റെ ഒടുവിലത്തെ പേജുകൾ, എഴുതാനുള്ള പേജുണ്ട്, അവിടെയായിട്ട് ഇവർ എഴുതി, കർത്താവെ കഴിഞ്ഞ ഈ മെയ് 24-ാം തീയതി ഞങ്ങളുടെ 7 വർഷം വെഡിങ് ആനിവേഴ്സറി കംപ്ലീറ്റ് ചെയ്തു. 7ാമത്തെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞു, കുഞ്ഞില്ല. 8ാമത്തെ വെഡിങ് ആനിവേഴ്സറി വരുന്നതിന് മുൻപ് ഞങ്ങളുടെ കയ്യിൽ നീ ഞങ്ങൾക്ക് സ്വന്തമായ ഒരു കുഞ്ഞിനെ നൽകണം എന്നാണ് അവർ എഴുതി വെച്ച് പ്രാർത്ഥിച്ചത്. ഇവർ പ്രാർത്ഥന തുടങ്ങി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ജൂലൈ മാസത്തിലാണെന്നാണ് ഇവർ പറയുന്നത് നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബാംഗ്ലൂരിൽ നടത്തപ്പെട്ടു. ആ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഇവർ വന്നു, പ്രാർത്ഥിച്ചു. സംഭവിച്ച അത്ഭുതം എന്ന് ജൂലൈ കഴിഞ്ഞു. ഓഗസ്റ്റ് മാസത്തിൽ 7 വർഷങ്ങൾക്ക് ശേഷമായിട്ട് ഈ സഹോദരി പ്രഗ്നന്റ് ആയി. കഴിഞ്ഞ ഓഗസ്റ്റിൽ 2013 സംഭവിച്ച അത്ഭുതം എന്നുള്ളത് മെയ് 24-നാണ് ഇവരുടെ 8ാമത്തെ വെഡിങ് ആനിവേഴ്സറി. എന്നാൽ 8ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് മുൻപ് മാർച്ച് 2-ാം തീയതി ദൈവം ഇവർക്കൊരു ആൺകുഞ്ഞിനെ ദാനമായി കൊടുത്തു. കൺഗ്രാറ്റുലേഷൻസ്. ഹല്ലേലൂയ. ആ കുഞ്ഞ് ഭയങ്കര ചിരി. ബ്രദർ, കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത് സെയിൻ എന്നാണ്, SYEN. അദ്ദേഹം പറഞ്ഞു യെസ്, ഏതോ ഒരു ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. പേര് ചോദിച്ചപ്പം എനിവേ അതിന്റെ മീനിങ് എന്താണെന്ന് ഞാൻ ചോദിച്ചു. പറഞ്ഞത് പൈശാചിക ശക്തികളെ എന്താ പറയാ, തടയുന്നവൻ എന്നാണ് അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു. എവിടെ നിന്ന് കിട്ടിയപ്പോ ഈ പേര്? 7 വർഷം കഴിഞ്ഞു, 8ാമത്തെ വർഷം. അവരുടെ കണ്ണുനീരിനെ, അവരുടെ വിശ്വാസത്തെ ദൈവം മാനിച്ചു. ബാംഗ്ലൂർ ഈസ് ഗ്രേറ്റ്. Every time we come here, we hear wonderful, miraculous testimonies. You people are really, really, really wonderful. Your faith is wonderful. Hallelujah. എനിക്ക് തോന്നുന്നു we should celebrate this. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് കൈകൾ ഉയർത്തി ദൈവത്തിൻ്റെ ഒരു മഹത്വം കൊടുത്ത് ഇവരുടെ വെഡിങ് ആനിവേഴ്സറി നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ ഈ കുഞ്ഞിൻ്റെ ആഗമനം, ഈ ഭൂമിയിലേക്കുള്ള വരവിനെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. അതിനപ്പുറത്ത് ഇതുവരെ തടഞ്ഞു വെച്ച പൈശാചിക ശക്തികളുടെ മേൽ ഒരു വലിയ ജയം കൊണ്ടാടിക്കൊണ്ട് കൈകൾ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. സന്തോഷിന് സന്തോഷമായോ? തീർച്ചയായും സന്തോഷമായി. എത്ര വയസ്സുണ്ട് ഇപ്പോൾ? എനിക്കിപ്പോൾ 42. 42 ഈസ് നോട്ട് എ പ്രോബ്ലം.
കഷണ്ടി ഈസ് നോട്ട് എ പ്രോബ്ലം. ഇതൊന്നും ഒരു വിഷയമല്ല. God can perform miracles anytime if you believe. കൈകൾ ഉയർത്തി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോഴും ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലും കുഞ്ഞുങ്ങളില്ലാത്തവർ കാണും. ഈ ടെസ്റ്റിമണി അങ്ങനെയുള്ളവർ കാണുന്നുണ്ടാകും. നല്ല ദൈവമേ, ഈ മിറക്കിളിനായി നന്ദി പറയുന്നു. Let this testimony encourage and boost up faith in every person, Father. ഞങ്ങൾ ഒരുമിച്ച് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ പ്രേയർ ഡയറി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അവരുടെ അകത്ത് വിശ്വാസമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരത്ഭുതം അവരുടെ മടിയിലേക്കും കർത്താവ് ഇട്ട് കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ വന്നിട്ടുള്ള രോഗികൾ സൗഖ്യമാകട്ടെ. ഈ സാക്ഷ്യം കാണുന്നവർ സൗഖ്യമാകട്ടെ. കൈനീട്ടി ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ അത്ഭുതത്തെ ഇപ്പോൾ വിശ്വാസത്താൽ സ്വീകരിക്കാൻ തുടങ്ങിയാൽ കർത്താവ് ജനത്തെ സ്പർശിച്ചതിനായി നന്ദി. ഈ കുഞ്ഞിനെ കർത്താവ് ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു. അവന് പേരിട്ടിരിക്കുന്നത് പോലെ തന്നെ അവൻ യേശുവിൻ്റെ അഭിഷിക്തനായി, ജയാളിയായി, പൈശാചിക ശക്തികൾക്ക് എതിരെ നിൽക്കുന്ന ഒരുവനായി അവൻ വളരട്ടെ. സന്തോഷിനെയും മംഗളത്തെയും ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ അവരുടെ പരസ്യമായി വന്ന് ഹാജരായല്ലോ. കൂടുതൽ അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. വലിയ കർത്താവെ, ഈ എപ്പിസോഡ് കാണുന്ന ഓരോരുത്തരെയും അങ്ങ് കൈനീട്ടി സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഡൈജസ്റ്റീവ് സിസ്റ്റം, ആ ദഹന വ്യവസ്ഥയിൽ മുഴുവൻ തകരാറ് സംഭവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഏതോ ഒരു ബാഗൊക്കെ ഇങ്ങനെ സൈഡിൽ തൂക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ്. കർത്താവിൻ്റെ ഒരു സൗഖ്യം ആ വ്യക്തിയെ തേടിയെത്തുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ പൈൽസ് രോഗം കൊണ്ട് വളരെ പ്രയാസപ്പെടുന്ന പലരെയും കർത്താവ് ഇന്ന് തൊടുകയും സ്പർശിക്കുകയും ചെയ്യുന്നു. വലിയൊരു സൗഖ്യം കർത്താവ് അയക്കുകയാണ്. വെരിക്കോസ് വെയിൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. മൈഗ്രെയിൻ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള തലവേദന സൗഖ്യമാകട്ടെ. ക്യാൻസർ രോഗം, വിവിധ രീതിയിലുള്ള ക്യാൻസർ മാറിപ്പോകട്ടെ, അതിനായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ വൃക്കകളുടെ തകരാറുള്ള പലരെയും കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. കിഡ്നി സ്റ്റോൺ ആകാം, വൃക്കകൾ ഫങ്ഷൻ ചെയ്യാത്തതാകാം, കർത്താവിൻ്റെ സൗഖ്യം ഇപ്പോൾ കർത്താവ് അയക്കുകയാണ്. അതുപോലെ ഹൃദയത്തിൻ്റെ ഹാർട്ട് ബീറ്റിന് വേരിയേഷനുള്ള ചിലരെ ECGയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഹാർട്ട് ബീറ്റിൻ്റെ വേരിയേഷൻ യേശുവിൻ്റെ നാമത്തിൽ അത് സ്റ്റഡി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നു, സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ ദമ്പതികളെ അങ്ങ് അനുഗ്രഹിക്കണമേ, അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വല്ലാതെ നിരാശയിലായിരിക്കുന്ന പലരെയും കർത്താവ് ഈ സമയത്ത് കണ്ട് ദൈവികമായ സമാധാനം കർത്താവ് പകരുകയാണ്. ഈ ലോകത്തിന് തരാനോ എടുത്തു കളയാനോ കഴിയാത്ത ദൈവിക സമാധാനം കർത്താവ് ചിലർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നാമത്തിലുള്ള വലിയ അനുഗ്രഹങ്ങളും വിടുതലുകളും ഓരോ വ്യക്തികൾക്കും കർത്താവെ അങ്ങ് പകരുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ഇപ്പോൾ ഓരോ വ്യക്തികളിലും പകരുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് ഈ വെള്ളിയാഴ്ച തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിലാണ്. ശനിയാഴ്ച മീനങ്ങാടിയിൽ വയനാട് ജില്ലയിൽ വെച്ച് നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നു. ഇതിൽ രണ്ടിലേക്ക് നിങ്ങളെ വീട്ടിൽ വന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു, പ്രത്യേകിച്ച് ക്ഷണിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ, പ്രാർത്ഥനയ്ക്ക് ലഭിച്ച മറുപടികൾ ഒരുപക്ഷെ പ്രേയർ ഡയറി ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ആശിഷന്മാരെ വായിച്ചപ്പോഴായിരിക്കാം, ടി പ്രോഗ്രാം കണ്ടപ്പോഴായിരിക്കാം, ഏതെങ്കിലും ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ സംബന്ധിച്ചപ്പോഴാകാം, ഒരു ബ്ലെസ്സിംഗ് സെൻറ്ററിൽ സംബന്ധിച്ചപ്പോഴാകാം. ഇതെല്ലാം അറിയാൻ ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. സോ പ്ലീസ് ഡു കം. കർത്താവ് ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിലൂടെ നിങ്ങളെ തീർച്ചയായും തൊടും
എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്ലെസ്സിങ് ടുഡേയിലൂടെ ഓരോ ദിവസവും സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ, അതല്ലാതെ ദൈവ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ അത് കൃത്യമായി എഴുതി സൂക്ഷിക്കുവാനുള്ള പുസ്തകമാണ് സെർമൺ നോട്ട് കീപ്പർ. ഇതുവരെ അതിൻ്റെ കോപ്പി ലഭിച്ചിട്ടില്ലാത്തവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് ആവശ്യപ്പെടാം. ഓഫീസ് ടൈമിലായിരിക്കണം നിങ്ങൾ വിളിക്കേണ്ടത്. പലർക്കും കൃത്യമായി വചനങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന രീതിയില്ല. എന്നാൽ അതിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതാണ് സെർമൺ നോട്ട് കീപ്പർ. ഇത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ തീർച്ചയായും അനുഗ്രഹിക്കും. ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നുള്ള മറ്റ് പ്രസിദ്ധീകരണങ്ങൾ, അതുപോലെ സന്ദേശങ്ങളുടെ DVD-കൾ, സോങ് CDs ഒക്കെ അവൈലബിൾ ആണ്. ഇതിലൂടെ ഒക്കെ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതുവരെ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരോട് തീർച്ചയായും പറയണം. തിങ്കൾ മുതൽ വെള്ളി വരെ ഇതേ ചാനലിൽ ഇതേ സമയത്ത് ബ്ലെസ്സിങ് ടുഡേ എല്ലാവർക്കും വീക്ഷിക്കാവുന്നതാണ്. എല്ലാവരും അതിലൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ. നമുക്ക് നാളെ വളരെ പ്രധാനപ്പെട്ട എപ്പിസോഡാണ്, കാണാൻ മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: യോഹന്നാൻ 14-ാം അധ്യായത്തിൽ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞതാര്? ഹു സെഡ് മൈ പീസ് ഐ ഗിവ് ടു യു? ഓപ്ഷൻസ്: എ ശീമോൻ പത്രോസ്, ബി യേശു, സി ഫിലിപ്പോസ്, ഡി യോഹന്നാൻ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.